പ്രബന്ധനേന മേധാളങ്ങളുടെ സ്നേഹം ഗംഗേടകപാലധാരിചരകൃത്വ അഗ്രാഗ്രേഷ ഭൂതപ്രേതപിശാചമാതൃസ്കൃതാമുണ്ടസ്സജാലങ്കൃതാം വന്ദേതുഷ്ടവസൂരികാതിവിവതാം സംഹാരികാമീശ്വരി സംഹാരിണീമീശ്വരി സംഹാരികാമീശ്വരിയും രണ്ട് രീതിയിലും പറയുന്നുണ്ട്. സംഹാരികാമീശ്വരി എന്നും സംഹാരിണിയും ഈശ്വരി എന്നും പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണോ ഒരു പഴയ നായർ തറവാടിൻ്റെ കുടിയിരുത്ത് ആയിരുന്നതായ ഒരു ഭദ്രകാളി സങ്കല്പം, ആ ഭദ്രകാളി സങ്കല്പത്തിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ അന്തിമഹാൻ അഖിലേക്ഷി ശാസ്താവ്, വെള്ളാം ഭഗവതി മുതലായ ചൈതന്യങ്ങൾ, സർപ്പചൈതന്യങ്ങൾ. വെള്ളാം ഭഗവതി, വെള്ള എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം വൈറ്റ്, തൂവെള്ള നിറമായിട്ടുള്ള ദുർഗാസങ്കല്പത്തിലുള്ള വെള്ളാം ഭഗവതി. ശാസ്താവ്, ശാസ്ത്രത, ശാസിക്കുന്നവൻ എന്ന അർത്ഥത്തിലുള്ള ശാസ്താവ്. അവർ സിദ്ധാരാള വിശാല കുണ്ടലനം എന്നുള്ള ധ്യാനപ്രകാരമുള്ളതായ പത്നി സമേതനായ ശാസ്താവ്. പിന്നെയോ അഖില യക്ഷി, അഖിലേക്ഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഖില എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മൾ പറയാൻ അഖില എന്ന് പേരിടാറില്ല, എല്ലാം എന്നർത്ഥം. അഖില യക്ഷി, അഖിലവരെയും രക്ഷിക്കുന്നതായ രക്ഷരക്ഷണ യക്ഷിരക്ഷണ രണ്ടും ധാതുവാണ്. അപ്പോൾ അങ്ങനെ രക്ഷിക്കുന്നതായ അഖില യക്ഷി, രക്ഷസ് അവിടെയുണ്ട്, രക്ഷസ് രക്ഷിക്കുന്ന എന്ന അർത്ഥത്തിൽ അങ്ങനെയുള്ളതായ ഒരു കുടിയിരുത്ത് പ്രതിഷ്ഠ ഉണ്ടായിരുന്നതായ ഒരു സ്ഥലം. പണ്ട് കാലത്ത് അവിടുത്തെ ദർശനം കൊണ്ട് മനസ്സിലായതുകൊണ്ട് ബുദ്ധിയിൽ തെളിഞ്ഞത് അവർ വലിയൊരു കാടായിരുന്നു, ഒരു വലിയ മരത്തിൻ്റെ ചുവട്ടിലായിരുന്നു ഇതെല്ലാം. ഇന്നലത്തെ അവിടുത്തെ ദർശനം കൊണ്ട്, ഇന്നലെ രാത്രി അവിടുത്തെ ദർശനത്തിന് ഒരു സ്വപ്ന ദർശനമുണ്ടായി. അവിടെ വലിയൊരു കാടായിരുന്നു എന്നും ആ കാടിനകത്ത് ഒരു ഒഴിവ് ശിലയിൽ സാധാരണ നമ്മുടെ കല്ലില്ലേ, നമ്മുടെ സാധാരണ കരിങ്കല്ല് പോലത്തെ ഒരു ശിലയിൽ ഭദ്രകാളി ദേവിയും അതിന് ചുറ്റുമായിക്കൊണ്ട് കുരു ആയിട്ടുകൊണ്ടുള്ള ഒഴിവ് ശിലകളായിരുന്നു എന്നാൽ ഇന്നലെ രാത്രി സ്വപ്ന ദർശനത്തിൽ കണ്ടതായ നിരവധി ദേവീക്ഷേത്രം. പിന്നീട് ആ നിരവധി ദേവീക്ഷേത്രത്തെ പ്രശ്നപ്രകാരം പിന്നീട് പടിഞ്ഞാട്ട് ദർശനമായിക്കൊണ്ടതാ 5 പേരെയും പഞ്ചമൂർത്തികളെയും പ്രതിഷ്ഠിച്ച് ഇപ്പോൾ ഏകദേശം ഒരു ഗുരുകുലത്തിൻ്റെ പ്രതിഷ്ഠയിൽ നിന്നും ക്ഷേത്രത്തിൻ്റെ രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു എന്നർത്ഥം. ആ മാറിക്കൊണ്ടിരിക്കുന്നതായ ഒരു ക്ഷേത്രത്തെ, ഒരു കുടിയിരുത്തിപ്പുറത്തെ നമുക്ക് ക്ഷേത്രമാക്കി മാറ്റാൻ കഴിയുമെങ്കിൽ സംശയമൊന്നുമില്ല. 30,000 പരം വർഷം പഴക്കമുള്ളതായ കല്ലുകൊണ്ട് പണിഞ്ഞതായ ശ്രീകോവിൽ, സ്വയംഭൂ ആയിക്കൊണ്ടിരുന്നതായ ഒരു മഹാദേവൻ, കിഴക്കോട്ട് ദർശനമായിക്കൊണ്ട് പാർവതി സമേതനായിട്ട് മക്കളോടുകൂടി തന്നെ വസിക്കുന്നതായ തലപ്പുഞ്ഞ മഹാദേവന് എന്ത് സാധിക്കും? കുടിവര പ്രതിഷ്ഠ വരെ സാധിക്കും. അതായത് ഒരു കുടിയിരുപ്രതിഷ്ഠ എന്നുള്ള രീതിയിൽ സങ്കല്പത്തിലുള്ളതായ വെച്ചുനേദ്യം മാത്രം ഉണ്ടായിരുന്നതായ, വർഷത്തിലൊരിക്കൽ മാത്രം താലമടക്കം നടന്നിരുന്നതായ ഒരു നിരവധി കുടുംബാംഗങ്ങൾക്ക് ഒന്നിനെ ഒരു ക്ഷേത്രമായ രീതിയിൽ തടപ്പള്ളിയൊക്കെ ഉണ്ടാക്കി, സർപ്പക്കാവൊക്കെ ഉണ്ടാക്കി, രക്ഷസും അതുപോലെ തന്നെ മുറ്റത്തൊക്കെ കേമായിട്ട് നല്ല രീതിയിൽ വൃത്തിയാക്കിയിട്ട് അതിലൊക്കെ വിളിച്ചു വൈകുന്നേരം പഞ്ചവാദ്യത്തോടുകൂടി ഒരു ദീപാരാധന നടത്താമെങ്കിൽ സംശയമൊന്നുമില്ല, തലപ്പുഞ്ച മഹാദേവനും എന്ത് സാധിക്കും? കുടിവര പ്രതിഷ്ഠ വരെ സാധിക്കും. പക്ഷെ തലപ്പുഞ്ച മഹാദേവൻ വിചാരിക്കാത്തതുകൊണ്ടല്ല. സത്യം പറയട്ടെ, ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളതായ ഒരു നാടിൻ്റെ സമൂഹം, ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സമൂഹം ഇറങ്ങി പ്രവർത്തിക്കാത്തതുകൊണ്ടാണ്. അവിടെ വർഗരാഷ്ട്രീയ ഭേദമന്യങ്ങൾ ചിന്തിക്കാത്തതുകൊണ്ട് ആർക്കും തിരുമേനി കാല് തട്ടി, അവിടെ ഉളക്കി, ഇവിടെ ഉടുക്കി, അത് ഉടുക്കി തൊഴാൻ വരാൻ പറ്റാറില്ല. ഇപ്പോൾ വല്ല ബുദ്ധിമുട്ടുണ്ടോ? സുഖമായിട്ട് വന്ന് ഉറുമ്പില്ല, തേളില്ല, പാമ്പില്ല, ഒന്നുമില്ല, സുഖമായിട്ട് കഴുകി വൃത്തിയാക്കിക്കൊണ്ടതാ എത്ര പ്രദർശനം വയ്ക്കാൻ വേണ്ടിയുള്ള സൗകര്യത്തിലുള്ളതായ കല്ലുവരിക്കൽ കഴിഞ്ഞിരിക്കുന്നു. 10% പൈസ മാത്രമേ കല്ലുവരിക്കലിന് ലഭിച്ചിട്ടുള്ളൂ, ബാക്കി നമുക്ക് ലഭിക്കുന്നുള്ളൂ. അത് തീർന്നാലേ നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് വേണ്ടേ, നമുക്ക് പുറത്തേക്ക് ഇറങ്ങണ്ടേ, നമുക്ക് റോട്ടിലേക്ക് ഇറങ്ങണ്ടേ, നമുക്ക് അസമനൂർ പഞ്ചായത്തിൻ്റെ അതിർത്തി വരെ നമുക്ക് ടാർ ചെയ്യണ്ടേ, അല്ലെങ്കിൽ അവിടെ ടൈൽസ് വിരിക്കണ്ടേ, കല്ല് വിരിക്കണ്ടേ, ഒക്കെ വേണം. അപ്പോൾ ഓരോന്നോരോന്നായി പടിപടിയായിട്ട് ഉയരേണ്ടതായ ഒന്ന് എല്ലാം പടിപടിയായിട്ട് തന്നെ. ഇന്നലെ ആശുപത്രിയിൽ നിന്ന് വന്നു, ചായ മാത്രം കുടിക്കുള്ളൂ, 8 ദിവസം ഐസിയുവിൽ കിടന്നതാണ്, എല്ലാ മരുന്നും കയറ്റി ചായ മാത്രം കുടിക്കുന്നു എന്ന് പറയുമ്പോൾ പരാതി പറഞ്ഞു. പക്ഷെ അതല്ല, അത് ചായ സ്വീകരിക്കാനുള്ളതായ ഒന്ന് ശരീരം വന്നിട്ട് പിന്നീട് വേണം കഞ്ഞി അത് ശരീരത്തിന് അബ്സോർബ് ചെയ്യണം. അതുപോലെ തന്നെയാണ് ദേവശരീരം, മനുഷ്യ ശരീരം പോലെ തന്നെയാണ് ദേവശരീരവും. അപ്പം മുഖമായിരിക്കുന്നതായ ശ്രീകോവിൽ, നെഞ്ചായിരിക്കുന്നതായ മണ്ഡപം, ഇത് രണ്ടും കഴിഞ്ഞു. ഇത് രണ്ടും ഗംഭീരമായി മനോജ് എൻ്റെ വാസ്തുപ്രകാരവും പിന്നീട് വേഴപ്പറമ്പിൻ്റെയൊക്കെ നിരന്തരമായ ഒരു കണക്കും പറയാതെ ഇവിടെ വന്ന് നിരന്തരമായി ഇവിടുത്തെ സഹകരണത്തോടുകൂടി ഇത്രയും ആയെങ്കിൽ എന്തുകൊണ്ട് താമസിക്കുന്നു എന്ന് വെച്ചാൽ ഒരു മറുപടി പറയാനില്ല. അതിന് വ്യക്തമായ മറുപടി
അനിക്കുട്ടേട്ടൻ മലയാളത്താട്ടിൻ്റെ ഒരു പരിഹാരക്രിയയുടെ ഹോമങ്ങൾ നടത്തുന്നതുകൊണ്ട് അത് എത്രയും പെട്ടെന്ന് ആസ് എർലി ആസ് പോസിബിൾ നടത്തിയാൽ മാത്രമേ ബാക്കിയുള്ളതെല്ലാം നടക്കുള്ളൂ. ഇവിടെയുള്ളതായ ഗണപതി ഹോമം, മൃത്യുഞ്ജയോമം, അതുപോലെ തന്നെ സുദർശനോഹം, അതുപോലെ തിലഹോമം ഒക്കെ നമുക്ക് നടക്കണം. തിലോഹോമം ഒക്കെ നടത്തുമ്പോൾ ഇവിടെ മൺമറഞ്ഞതായ കാരണവന്മാർ, അതുപോലെ തന്നെ ഈശ്വരൻ തിരുമേനി അടക്കമുള്ളവരുടെ ദോഷങ്ങളാട്ടോ, അല്ലാണ്ട് അവരെ അല്ല ആവാഹിക്കണം. നമുക്കങ്ങനെ ആവാഹിക്കുമ്പോൾ തെറ്റ് വരും. തിലോഹോമത്തിൽ ആവാഹിക്കുമ്പോൾ മുത്തശ്ശനെ ആവാഹിക്കും, മുത്തശ്ശനെയല്ല ആവാഹിക്കണ്ടേ. അവരുടെ ആ ഒന്ന് മോക്ഷ പ്രാപ്തിക്ക് അല്ലെങ്കിൽ മോക്ഷത്തിന് തടസ്സമായിരിക്കുന്നതായ എന്തെങ്കിലും ദോഷങ്ങൾ ഉണ്ടെങ്കിൽ ആ ദോഷങ്ങളെ ആവാഹിക്കണം. അല്ലാണ്ട് തിലോഹോമത്തിന് ആവാഹിക്കുമ്പോൾ ആൾക്കാർ പേടിയാവും. മുത്തശ്ശൻ്റെ പേര് പറയുന്നു, മുത്തശ്ശനെയാണോ ആവാഹിക്കണേ അതിലേക്ക്, ഉരുവത്തിലേക്കല്ല. ഇനി ആവാഹിച്ചു കഴിഞ്ഞാൽ അത് ഭണ്ഡാരത്തിൽ കൊണ്ടിട്ട് ശ്വാസം മുട്ടിച്ചാവില്ലേ, അതിനകത്ത് ചൈതന്യം ഉണ്ടെങ്കിൽ. അപ്പോൾ അതല്ല, ആ പിതൃവിന് സംബന്ധമായ ദോഷങ്ങൾ മുഴുവനും മാർജാര പ്രേതം ഉണ്ടാവും. കാടായിരുന്നു പണ്ട് ഇവിടെ, ചിലപ്പോൾ പല്ലി എത്തറുണ്ടാവും, അല്ലെങ്കിൽ തവള എത്തറുണ്ടാവും, അല്ലെങ്കിൽ എലി എത്തറുണ്ടാവും, ഓരോന്നുണ്ടാവും. അപ്പോൾ പാമ്പിൻ്റെ ഇതുണ്ടാവും, എല്ലാം ഉണ്ടാവും. അതുപോലെ തന്നെയാണ് ഇവിടുത്തെ മുൻ തലമുറയുടെ കമ്മിറ്റിക്കാരെ നാട്ടുകാരെ അടക്കമുള്ളതായ അതാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകാത്തതിൻ്റെ കാരണം. കാര്യങ്ങൾ മുന്നോട്ട് പോകണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? മാലിന്യത്തെ കളയണമെന്നർത്ഥം. അത് മനസ്സിൽ നിന്നാണ്, ശരീരത്തിൽ നിന്നാണ്, ക്ഷേത്രത്തിൽ നിന്നായും. മാലിന്യമുക്തി വരുത്തണമെങ്കിൽ എന്ത് ചെയ്യണം? അവിടെ പഞ്ചവിശുദ്ധിയോടുകൂടി തന്നെ ഉരുവങ്ങൾ വെച്ചുകൊണ്ടതാ അവിടെ ഗണപതി ഹോമം, മൃത്യുഞ്ജയോമത്തിന് ശേഷം തിലോഹോമത്തിൽ അവിടെ 2 സൽബ്രാഹ്മണരെ ഇരുന്ന് കാലുവീഴ്ച വിട്ടും കൊടുത്ത് വിഷ്ണുവായിട്ട് സങ്കല്പിച്ചുകൊണ്ട് ബഹുത്വേന കാലുവീഴ്ച നടത്തിക്കുന്നതിന് ശേഷം ഉദ്വാസനയ്ക്ക് മുമ്പായിട്ട് അനിക്കുട്ടേട്ടൻ മലയാളത്താട്ടിൻ്റെ നേതൃത്വത്തിൽ ഇവർക്കെല്ലാവർക്കും ഈ ഉരുവങ്ങളിലേക്ക് പ്രേതശുദ്ധി എല്ലാവരെയും, ഇത് പുഴുവെന്നോ അല്ലെങ്കിൽ ഒരു തലമുറയുള്ള മുത്തശ്ശനെന്നോ വ്യത്യാസമില്ലാതെ അത് മുഴുവനും എന്ത് ചെയ്യണം? അതിന് മുഴുവനും ക്ലീനാക്കണം. അങ്ങനെ ക്ലീനാക്കാതെ മാലിന്യം ഇങ്ങനെ തുടരുന്നതിനാലാണ് പിതൃക്കളാണ് ഏറ്റവും കൂടുതൽ ശക്തി പിതൃക്കൾക്കാക്കും, ദേവന്മാർക്കല്ല. അനുഗ്രഹശക്തിയും നിഗ്രഹശക്തിയും പിതൃക്കൾക്കാണ്. അതുകൊണ്ടാണ് വിശദീകരിക്കുന്നില്ല. പല സംഭവങ്ങൾ, പല അപകടങ്ങൾ, പല വിയോഗങ്ങൾ ഒക്കെ വരുത്തേണ്ടി വരുന്നത്. അതൊക്കെ ഒരു സൂചനയാണ്. ചുമ്മാ ഇരിക്കുന്ന സമയത്ത് ഒരു തേക്കങ്ങ് ഒടിഞ്ഞാടി, കാരണം ശ്രീകോലും തൊട്ടില്ല, അവിടെ തൊട്ടില്ല, ഇവിടെ തൊടാണ്ട് ഒരു പോറൽ പോലും, ചെറിയൊരു പോറൽ മാറ്റും പെയിൻറ്റിന് പറ്റിക്കൊണ്ട് സൂചനയാണ്. സൂചന കണ്ടുപഠിച്ചില്ലെങ്കിൽ സമരത്തിൻ ഗതി മാറി വരുമെന്ന് ലൗകികമായ രീതിയിൽ പറയാറുണ്ടല്ലോ. അതുപോലെ തന്നെയാണ് ഈശ്വരനും. സൂചന കണ്ടുപഠിച്ചില്ലെങ്കിൽ കൂടുതൽ ഞാൻ ആരെയും കുറ്റം പെടുത്തണം, ഞാനടക്കം ശാന്തിക്കാരനടക്കം അനുഭവിക്കേണ്ടി വരും. ആ അനുഭവിക്കേണ്ടത് എത്രയും പെട്ടെന്ന് എനിക്ക് ജീവനോടെ ഇവിടെ സപരിവാരം പൂജ കഴിക്കണമെങ്കിൽ 36 കൂടം ധാര കഴിക്കണമെങ്കിൽ അതെന്ത് ചെയ്യണം? ഈ ക്ഷേത്രത്തിലുള്ളതായ സകലവിധ ദുർബാധകളെയും മാറ്റി ഒഴിച്ചുകൊണ്ട്, ക്ഷേത്ര അന്തരീക്ഷത്തെ സൃഷ്ടിച്ചുകൊണ്ട്, മാലിന്യങ്ങൾ മുഴുവൻ മാറ്റിക്കൊണ്ട് ഒന്ന് പരിഹാരക്രിയ നടത്തൂ. ആ പരിഹാരക്രിയ കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും പിന്നീട് ലോകത്തിൻ്റെ നെറുകയിൽ വിചാരിക്കുന്ന ഒരു ക്ഷേത്രമായിട്ട് കാര്യം. ഇവിടുന്ന് വരാനുള്ള വഴിയടക്കം, അശുമനൂർ പഞ്ചായത്തിൻ്റെ അതിർത്തി മുതലുള്ള വഴിയടക്കം, ഓടക്കാലിയിൽ നിന്നുള്ള വഴിയടക്കം ഇവിടെ മുഴുവൻ പൂങ്കാവനങ്ങളെ കൊണ്ട് നിറയും. ഇവിടെ ക്ഷേത്രത്തിലെ ആവശ്യമായ പൂക്കളെ കൊണ്ട് നിറയും. ഇവിടെ മുഴുവൻ ജലസ്രോതസ്സുകളെ കൊണ്ട് നിറയും. ഇവിടെ പ്രത്യേകം തന്ത്രി വന്നു കഴിഞ്ഞാൽ കുളിക്കാനുള്ള താൽക്കാലികമായ ഒരു കുളം സൃഷ്ടിക്കപ്പെടും. ഇതൊക്കെ സ്വപ്ന ദർശനമായിട്ട് കിട്ടുന്നതാണ്. ഈ സ്വപ്ന ദർശനത്തെ പ്രായോഗികമാക്കേണ്ടത് ഈ നാട്ടുകാരുടെ കടമയാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവരും ഇവിടെ ഓടിയെത്തിയിട്ട് ഇവിടെ ഫലം കിട്ടുന്നുണ്ട്. 100% 100% ഫലം കിട്ടുന്നതുകൊണ്ടാണ് ഇവിടെ ഓടി വരുന്നത്. മാർക്ക് ഇത്തിരി കുറവാണോ? വന്നു ഇവിടെ പുഷ്പാഞ്ജലി വെച്ച് പിറ്റേ ദിവസം മാർക്ക് കിട്ടുന്നുണ്ട്. മരണാവസ്ഥയിൽ കടന്നു, എഴുന്നേറ്റ് നടക്കുന്ന ആൾക്കാർ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തീർന്നു. ഡോക്ടർ പറഞ്ഞു 1% ഉള്ളൂ, നിങ്ങൾ പ്രാർത്ഥിച്ചോ, കഴിഞ്ഞ ദിവസം സംഭവിച്ചതാണ്, നിങ്ങൾ പ്രാർത്ഥിച്ചോ, ഇപ്പം മരിക്കുന്നത് 1%. പിറ്റേ ദിവസം ആ ഐസിയുവിൽ എഴുന്നേറ്റൊന്നും റൂമിലേക്ക് മാറ്റി സുഖമായിട്ട് എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റില്ലാത്തവർ. അപ്പം അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുന്നതായ, മനസ്സുരുകി പ്രാർത്ഥിക്കുന്നതായ ഒരു ചൈതന്യത്തെ പരിപൂർണമായി മുതലെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മഹാദേവന് തന്നെ ദേഷ്യം വരും. അപ്പം മഹാദേവനെ തൃക്കണ്ണ് തുറക്കേൽപ്പിക്കാറിങ്ങനെ ചന്ദ്ര അർക്ക അഗ്നി വിലോചനം, ഒന്ന് അഗ്നിയും ഒന്ന് സൂര്യനും ഒന്ന് ചന്ദ്രനും പകലും രാത്രിയുമായിക്കൊണ്ടിരിക്കുന്നതായ ആ ചൈതന്യത്തിലെ തൃക്കണ്ണ് തുറപ്പിക്കാതെ ശീതളിമ നൽകുന്നതായ രാത്രിയുടെ പ്രതീകമായ ചന്ദ്രനും ചൂടിൻ്റെ പ്രതീകമായി നൽകുന്നതായ അർക്കനും ആയ
അതാണ് ഈ 74 ലോകം നടക്കുന്നതായ തലപ്പുഞ്ച മഹാദേവൻ്റെ ചൈതന്യം അത്യദക്ഷ ദിശാങ്കുലം. പിന്നെ 4 അങ്കുലം മുകളിലേക്ക് ഉയർന്ന് കാരണജലത്തെ താഴത്തേക്ക് വീണ് തിരുജടയിൽ അത് ഗംഗയായിട്ട് ചുറ്റി, അല്ലെങ്കിൽ എന്തു ചെയ്യും, ആ പവർ മുഴുവനും, കാരണജലം അത്ര ശക്തിയിൽ ഒഴുകുമ്പോൾ ലോകം മുഴുവനും പ്രളയമായിട്ട് തരും. അതുകൊണ്ടാണ് അവിടെ ചുഴിയായിട്ട് പതുക്കെ മഹാദേവൻ എന്ത് ചെയ്തു, സ്ലോ ആക്കി നമുക്ക് കാരുണ്യ ഗംഗയായിട്ട് ഒഴിക്കുമ്പോൾ ആ കാരുണ്യ ഗംഗയെ സ്വീകരിക്കാൻ എല്ലാവരും തയ്യാറാകുക. ഗംഗയാറ് പിറക്കുന്നു ഹിമവൻമലയിൽ, പമ്പയാറ് പിറക്കുന്നു ശബരിമലയിൽ. അപ്പോൾ പമ്പയും ഗംഗയും എല്ലാം ഒന്നാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു.